സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഐസൊക്കെ അവധിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളൂ. ഒരു കാരണവശാലും അവൻ നിങ്ങളെ കാണരുത്. മനസ്സിലായ? മനസ്സിലായിട്ടാ. ഡഗ്ലസ് ഇറങ്ങടാ. ശരി ഡോണിട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ. വാടാ. ഹലോ ജെറി, നീ എവിടെയാ? എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ സൈലന്റിലായിരുന്നു. ഞാൻ ഇപ്പഴാ കാണുന്നേ. എന്തായാലും നിന്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. 4 മണിക്കാണ് ട്രെയിൻ. 3 മണിക്കാകുമ്പോ നീ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വന്നാൽ മതി. ഓക്കെ, ഞാൻ എത്താം. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. സൂക്ഷിച്ചു വന്നോളൂ. പറയടാ. ഹലോ, ആ ടോണിയേട്ടാ. എന്തായാലും അതെ, അവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്താ ചെയ്യണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ സ്റ്റഡി ചെയ്യുക. ഓക്കെ ശരി. ശരി എന്നാൽ ഓക്കെ. എന്താ പറഞ്ഞ? ടോണിയേട്ടൻ നമ്മുടെ അടുത്ത് വേഗം എസ്റ്റേറ്റ് വരാനാണ് പറഞ്ഞത്. വാ.
The number you are trying to call is currently not reachable. Please try again. ഇതാണ് ഞങ്ങളുടെ നാട്. കഥ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുടെ തുടക്കം. ആ മാറ്റങ്ങൾക്ക് തുറന്നു തന്ന ഈ വാതിലും. സ്നേഹ, റിയോടെ? അവളൊന്ന് പുറത്തു പോയതാ. ഇപ്പൊ തന്നെ വൈകി, വേഗം പോയി വിളിച്ചിട്ടാ. റിയ വായി പ്രാക്ടീസ് തുടങ്ങാറേ, നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. നീ ആരും നോക്കി നിക്കണേ? ആരും നോക്കി നിക്കൊന്നുമല്ല. സാമിന് നോക്കി നിക്കല്ലേ? അല്ല, പ്രാക്ടീസ് തുടങ്ങാറേ, വാ പോവാം.
ദിവ്യകാരുണ്യമേ കൃത്യനാനന്ദമേ നിന്റെ കൂദാശയാൽ എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയും മനസ്സിൻ ഭൂവിൽ സ്നേഹത്തിനായി നിറയും എന്നെ നിത്യം ആരാധന സ്തുതി നിത്യം ആരാധന സ്തുതി. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതേ സമയം തന്നെ. ആ ശരി. ശരി. നീ ഇതെവിടെയാ? എത്ര നേരമായി വിളിക്കണോ? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ ഇതെവിടെയാ? ഞാൻ എന്താ ഇവിടെ കൊയറിൻ്റെ അവിടെ. ഞാൻ ദേ എവിടെയുണ്ട്. നീ എവിടെയാ? ആ കണ്ടു. എവിടെ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഞാൻ ഇത് എത്ര പ്രാവശ്യം വിളിച്ചു. നീ ഇത് എവിടെയായിരുന്നു? ഞാനേ ജെറിയുടെ അവിടെ വരെ പോയേക്കായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, മാറിയും സംസാരിക്കാം. പറയ്. പ്രാക്ടീസ് എപ്പോഴാണ് കഴിഞ്ഞ്? ഇതെപ്പോൾ കഴിഞ്ഞോളൂ. അല്ല, എന്താ കാണണമെന്ന് പറഞ്ഞ്? പഠിപ്പ് കഴിഞ്ഞാൽ പപ്പനെ UK വിടാനുള്ള പ്ലാനാ. അതെന്താ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം? എനിക്കറിയില്ല. അടുത്ത മാസം ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതിനു മുമ്പ് നീ എന്തെങ്കിലും ചെയ്യണം. നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തായാലും നോക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നീ ജെറിയ എന്നെ കണ്ടില്ലേ? ആ, അവർ വന്നിട്ടാ. നീ സുഖല്ലേ? എപ്പോഴാ ആ വന്നേ? സുഖം. ഞാനിവിടെ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് എപ്പോഴാണ് കഴിഞ്ഞ്? ഇപ്പൊ കഴിഞ്ഞോളൂ. ആ എന്നാ ഞങ്ങളെന്നാ പൊക്കോട്ടെ. ശരി. ആ. വാ നമുക്കും പോവാം. വൈകുന്നേരം ക്രിക്കറ്റ് കളിയുണ്ട്. ആ ശരി. വൈകിട്ട് കാണാം. ആ വൈകിട്ട് കാണാം. ശരിടാ. ആ ബാറ്റ് എടുക്കാൻ മറക്കണ്ട. ചേട്ടാ, ആ നമ്മുടെ ഈ വികാരി അച്ഛൻ്റെ റൂം. നേരെ ചെന്നിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. ആ ഓക്കെ ഓക്കെ. അല്ല, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാവുന്ന ഓഫീസ് സ്റ്റാഫാണ്. ആ ശരി ശരി. പേര്? മൈക്കിൾ. സാം. ഓക്കെ. ജെറി. ജെറി. ഓക്കെ, കാണാം. ശരി എന്നാൽ കാണാം. ആ ഓക്കെ. അടുത്തത് ഞാൻ.
ചേട്ടാ 2 മിഠായി എടുക്കുന്നുണ്ട് കേട്ടാ. നിന്റെ പറ്റ് കുറച്ച് കൂടുണ്ട് കേട്ടോ. തരാം. നാടൊന്നും വിട്ട് പോണില്ല എൻ്റെ ചേട്ടാ. ആ ഞാൻ പിന്നെ വിളിക്കാം. നീ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റിയ എന്താ പറഞ്ഞേ? ആ ഇത് അവളുടെ അപ്പനെന്തോ UK പഠിക്കാൻ വേണമെന്നൊക്കെ പറയണ്ടേ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആടാ അവളുടെ വീട്ടിലും ആകെ പ്രശ്നങ്ങളൊക്കെ നടക്കാണ്. ആ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങി. എനിക്കാണെങ്കിൽ ആകെ പ്രാന്ത് വരുന്നുണ്ട്. നീ എന്തെങ്കിലും എൻ്റെ ചെയ്യണം. അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ തന്നെയല്ലേ. ആ എന്തെങ്കിലുമൊക്കെ വഴി കാണാതിരിക്കില്ല. നമുക്കൊന്ന് ഒളിച്ചോടിയാലോ? നമുക്ക് അല്ല അവരെയും കൊണ്ട്. ഒളിച്ചോടാനും ഞാനില്ല. അത് എൻ്റെ അന്തസ്സിന് ചേർന്ന പരിപാടിയൊന്നുമില്ല. ഇനി ഒളിച്ചോടേണ്ടി വരുമോ? ഹേയ് എന്തായാലും മിക്കായൽമാരാകെ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇന്നത്തെ മാച്ച് കൊള്ളായിരുന്നു അല്ലേ? ആ ആ സ്ട്രെയിറ്റ് അടിച്ച കാരണം തോന്നുന്നു. നല്ല ക്ഷീണം. അതങ്ങനെയല്ല അടിക്കണ്ടേ. ധോണിയൊക്കെ അടിക്കില്ലേ ഹെലികോപ്റ്റർ ഷോട്ട്, അതേപോലെ അടിക്കണം. ആണോ? എന്തായാലും വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ടൊന്ന് കുളിക്കണം. ആ മൈക്കിളെ. ആ നിങ്ങളിട്ടുണ്ടായിരുന്നോ? ഇതെവിടിക്കാ? എടാ ഞാൻ നമ്മുടെ മറ്റേ പഴയ സ്റ്റാഫല്ലേ, അപ്പോൾ ആളുടെ അടുത്ത് നിന്നൊരു ബുക്ക് വാങ്ങി ഇറങ്ങിയതാണ് രജിസ്റ്ററിൽ എഴുതാനായിട്ട്. എന്താണ് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കാൻ തോന്നുന്നു? ആ ആൾക്കാരൊക്കെ കുറവാ, കളിക്കാൻ വരണ്ട. ആ അത് ഞാനും ശ്രദ്ധിച്ചു, ആൾക്കാരൊക്കെ കുറവാണല്ലോ. അത് കുറച്ച് നേരമായിട്ട് അങ്ങനെയാടാ. ആ എന്താണ്ടായേ? ഇല്ലടാ അത് ഇതൊരു വലിയ കഥയാണ്. ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ തീരില്ല. എന്നാലും പറയ് കേൾക്കട്ടെ. ഒന്നുമില്ലടാ. പണ്ട് ഞാനും ഡേവിയും ടോണിയും ഇവനൊക്കെ ഒരു ടീമായിരുന്നു. കുറേ ടൂർണമെൻറ്റുകളൊക്കെ കളിച്ചു, കുറേ കപ്പൊക്കെ കിട്ടി. പിന്നെ എപ്പോഴും ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അതിൻ്റെ പേരിൽ അടിയായി, വഴക്കായി. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ. അല്ലടാ ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് തീർത്തൂടെ? അതൊന്നും അങ്ങനെ തീരില്ലടാ. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതിങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. എന്തായാലും അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എല്ലാ കൊല്ലവും ഒരു ടൂർണമെൻറ്റ് നടക്കാറുണ്ടെന്ന് പറയണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ നോട്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പഴയ ടീം വേണമെന്നാണ് പറഞ്ഞത്. നിങ്ങളെന്തായാലും ഞായറാഴ്ച പള്ളിക്ക് വരില്ലേ? അതുണ്ടാവും. ആ വരും. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഓക്കെ ശരി. ഓക്കെ ബൈ. ബൈ. ശരി. എടാ മേലൊക്കെ വേദനയെടുക്കണ്. എന്തായാലും നമുക്ക് ഇറങ്ങാം. ആ പോവാം. അപ്പോൾ ശരിടാ, ആ ഓക്കേടാ. നാളെ കാണാം.
സോറി ഏട്ടാ. എന്ത് സോറി? സോറി ഏട്ടാ, ഞാൻ കണ്ടില്ലേ. സോറി എന്നാ. നീ എന്തിനാ ഒരു അരമ്പുണ്ടാക്കാൻ നിങ്ങളെ? പിന്നെ എന്നെ പിടിച്ചു ഞാൻ നോക്കിക്കണ. ആ ഞാൻ എന്നാ അവളെ കണ്ടിട്ട് വരാം. ആ ഓക്കെ. റിയ നിക്ക് നിക്ക്. ചേട്ടൻ വന്നില്ല, നീ ഇപ്പൊ പൊക്കോ. അതിനിപ്പോ എന്താ? നീ ഇപ്പൊ പോ, ഞാൻ വിളിക്കാം. സാം എന്തിനാ വന്നേ? അവനെന്നെ കാണാൻ വന്നതാ, ചേട്ടനോടെന്ന് പറഞ്ഞപ്പോ പോയി. പ്രയർ തുടങ്ങാൻ സമയമായി, വാ പോവാം. പോവാം. ഈശം സ്വീകരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ടോണി ഇങ്ങോട്ടൊന്നും വരാറില്ലേ? കാണാനില്ലല്ലോ. ഇല്ല ചാ, വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല, അതാ. ആഹാ, നിന്റെ ചേട്ടൻ എന്തേ? കണ്ടില്ലല്ലോ. ചേട്ടൻ വന്നിട്ടുണ്ട്, അകത്തുണ്ട്. ശരി എന്നാ. ആ ദേവി, ഹാച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ക്രിക്കറ്റ് ഇപ്രാവശ്യം ഉണ്ട്. അപ്പോൾ ജെറീം സാം അവരൊക്കെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും വന്നോളൂ. അതൊന്നും നടക്കില്ല അച്ചു. അച്ഛനെ അറിയില്ലേ ഞങ്ങൾ തമ്മിലുള്ള പഴയ പ്രശ്നങ്ങൾ? ദേവി, അതൊക്കെ ശരിയാ. പക്ഷെ നിങ്ങൾ ഈ വാശിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇനി പഴയ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരുമിച്ചിക്കണം. അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു ടീം ഇറക്കാം. അച്ഛനെ ആലോചിക്ക്. ശരിടാ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ശരി അച്ചു. ശരി. ഐസൊക്കെ എവിടെടാ? വണ്ടിയിലുണ്ട്. ഇവന്മാരിവിടെ ഉണ്ടായിരുന്നു. പള്ളിക്ക് വരാത്തതാണല്ലോ. പ്രാർത്ഥിക്കാനാണ്. സാമേ, പറ, എന്താടാ? അതെ എടാ, അച്ഛനിന്ന് ഡേവിഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂർണമെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു പുതിയതായിട്ടൊരു ടീം ഇറക്കാമെന്ന്. അച്ഛൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നണ്ട. എപ്പോഴാ അച്ഛനാണ്ടേ? ഇപ്പോഴത്തേ കണ്ടിറങ്ങിയുള്ളൂ. നിങ്ങളെന്തായാലും ടെൻഷൻ അടിക്കണ്ട. എന്തായാലും അച്ഛൻ ഇത് കഴിഞ്ഞിട്ടൊരു മീറ്റിങ്ങിൻ്റെ കേസ് പറയണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ഹലോ. ഹലോടാ, ചേട്ടന്മാരുണ്ടായ കാരണം സംസാരിക്കാൻ പറ്റാണ്ടിരുന്നേ. അതിന് ചേട്ടന്മാരുണ്ടെന്ന് വിചാരിച്ചിരിക്കും നിന്നെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ലേ? അങ്ങനെയല്ല, നമ്മളായിട്ട് എന്തിനാ ഓരോ പ്രശ്നത്തിനൊക്കെ നിൽക്കുന്നേ. ഓക്കെ. എന്തായി, നീ അവരുടെ അടുത്ത് ചോദിച്ചാ? ഞാൻ കളിക്കാൻ പോണ സമയത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നു. അവരെല്ലാം സപ്പോർട്ടാ. പിന്നെ മുൻപിൽ നമ്മുടെ അമലുണ്ടല്ലോ, അമലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഓക്കേടാ, എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമാനമാക്കിക്കോളൂ. ശരി. ശരിടാ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ശരി, ഓക്കെ. ആരാ? ഡേവിഡ് അല്ലേ? അതെ, നിന്നെ ഞാൻ പള്ളി കണ്ടിട്ടുണ്ടല്ലോ.
ആ ഞാൻ പുതിയതായിട്ടൊന്ന് ഓഫീസ് സ്റ്റാഫാ. ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. ഇല്ല, അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കൊല്ലവും ഇവിടെ ഓരോ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കാറുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും പറഞ്ഞിരുന്നു ക്രിക്കറ്റ് ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ. താനും കളിക്കൂ? ആ ഞാനും കളിക്കും. നാട്ടിലുള്ള സമയത്ത് ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്തായാലും പുതിയതായിട്ടൊരു ടീം രൂപീകരിക്കണമെന്ന് പറഞ്ഞു. പുതിയ ടീമിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന്റെ പ്രാക്ടീസുകളൊക്കെ വരുമ്പോൾ തന്നെ എന്തായാലും അറിയിക്കാം. ആ അത് മതി മതി. എന്തായാലും ഈ സൺഡേ അച്ഛനൊരു മീറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പം എല്ലാവരും കൂടെ ഒന്ന് എത്താൻ പറഞ്ഞു. ഓക്കെ. ഓക്കെ, അപ്പം എന്തായാലും കാണാം. നിന്റെ പേരെന്നാ പറഞ്ഞേ? മൈക്കിൾ. നാളെ അല്ലെങ്കിൽ മറ്റന്നാ വരെ കാണണം. ഇല്ലില്ല, പറഞ്ഞിട്ടില്ല ഒന്നും. പറയാനുള്ളത് പറഞ്ഞു. ഞാനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഏയ് നാളെ പറയാം. ഇല്ലടാ, ഞാൻ പറയാം. ആ പറയാം. ഞാൻ വേറൊരു പരിപാടിക്ക് വന്നേക്കുക. ഓക്കെ. മൈക്കിളെ എവിടെ ഇരിക്കും? അച്ഛനൊരു മീറ്റിങ്ങിന് പോയിക്കാണ്. അപ്പോൾ ഈ മീറ്റിംഗ് ജസ്റ്റ് എന്നോടൊന്ന് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലത്തെയും പോലെ ഇപ്രാവശ്യവും നമുക്കൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വരുന്നുണ്ട്. അത് ഇപ്രാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പഴയ ടീം ഉണ്ടാവണമെന്ന് അച്ഛനും നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, സഹകരിക്കുക. അത് നടക്കില്ല മൈക്കിളെ. ഇന്നലെ നിന്നെ കണ്ടപ്പോൾ ഇതൊക്കെ പറഞ്ഞതാ. ഇവന്മാരായിട്ടൊരു പരിപാടിക്ക് ഞങ്ങളില്ലെന്ന്. ഞാനിവിടെ വന്നിട്ട് ആകെ 2 ദിവസമായിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ നിങ്ങളുടെ ഇടയിൽ എന്താ ഉണ്ടായെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വന്ന് ആൾക്കാർ പറഞ്ഞ കുറച്ച് അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആ വെറുപ്പും ദേഷ്യമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ആ പഴയൊരു ടീം ഇപ്പോഴും ഒന്നാവണം. അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്തായാലും നോക്കാം. എടാ ഒരു മിനിറ്റ്. എന്താ സമയം എവിടെയാ? എത്ര പ്രാവശ്യം വിളിച്ചേ? അല്ല ഞാൻ എന്താ കരയുന്നേ? പപ്പ തിങ്കളാഴ്ചത്തേക്ക് ടിക്കറ്റ് ബുക്ക് അല്ല ഇന്നലെ പറഞ്ഞ ജൂലൈയിൽ പോകണമെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെന്താ പെട്ടെന്ന് അങ്ങനെ? എനിക്കറിയില്ല, ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കാണുമെന്ന് പോലും അറിയില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കേ, കരയല്ലേ. ഒരു കാര്യം, നീ കരയല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ജെറിയോട് പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ ഞാൻ നോക്കാം. ഞായറാഴ്ച നമുക്ക് ഇവിടുന്ന് പോവാം പുലർച്ചെ. കരയല്ലേ, നമുക്ക് ഞാൻ എന്തെങ്കിലും വഴി കാണാം. ശരി, കരയല്ലേ. ശരി. എടാ റിയ വിളിച്ചത്. അവളുടെ അപ്പനെന്തോ അവൾക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു നേരത്തെ തന്നെ പോകാനായിട്ട് UK. അപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവളാണെങ്കിൽ കരച്ചിലാണ്. എടാ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിനക്ക് മുംബൈക്ക് ഒരു 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി ഈ ഞായറാഴ്ച പോകാനായിട്ട്? അയ്യോ, എന്നാ ഞങ്ങളും കൂടെ വരാം. എന്നാൽ 4 ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്യുന്നേ. എനിക്ക് പെട്ടെന്ന് അവളുടെ കരച്ചിൽ ഇതൊക്കെ കണ്ട് നമുക്കെന്തെങ്കിലും ചെയ്യണടാ. അല്ലെങ്കിൽ എന്നാൽ ഞാൻ അന്നെ വിളിക്കാം.
പൈസ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായ? ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തെങ്കിൽ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ. അത് ശരിയാ. നമ്മൾ 2000 രൂപ കൊടുത്തിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് തരണം പറയും. ഇങ്ങനത്തെ ആൾക്കാർ കാശും കൊണ്ടാ പോവും. ഡേവേട്ടാ എന്താടാ? ഡേവേട്ടാ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വന്നത്. ടോണേട്ടനുണ്ടായത് നന്നായി. നിങ്ങളുടെ പെങ്ങളില്ലേ മറ്റേ അറിയാം, അവളും സാമുമായിട്ട് ഒളിച്ചോടി പോവാന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈ എടുക്ക ടോണേട്ടാ. അതെ, നീ എന്നാ കണ്ടേ? ഞായറാഴ്ച റിയയും സാമും കൂട്ടിയിട്ട് പോകുന്നുള്ള വിവരം ഞാൻ പറഞ്ഞിട്ട് വരാം. ഞാൻ കേട്ടതാ അവര് പറയണത്. നീ ഇപ്പൊ വിട്ടോ, നീ ഇതറിഞ്ഞ വിവരം ആരോടും പറയാൻ നിൽക്കണ്ട. ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ, ശരി, വിട്ടോ. ഞായറാഴ്ച അവരിവിടുന്ന് കിടക്കരുത്, മനസ്സിലായില്ലേ? മനസ്സിലായിട്ടാ. ഞാൻ ദേ എല്ലാം പാക്ക് ചെയ്തു. ദേ ഇപ്പം ഇറങ്ങും. ഞാൻ ഇറങ്ങി. നീ എവിടെയാ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ, എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഓണാക്കി. എന്തായി, നിൻ്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞോ? 4 മണിക്കാണ് ട്രെയിൻ. 3 മണിക്കാവുമ്പോൾ നീ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വന്നോളൂ. എടാ, ഇത് മറ്റവനല്ലേ കാലത്ത് പള്ളി ജലമുണ്ടാക്കി? ആ വണ്ടി എടുക്കടാ. നീ ഇതെപ്പോഴെത്തിയ? ജെറി എവിടെ? റിങ് പോണ്ട്, എടുക്കുന്നില്ല. എനിക്കാകെ ടെൻഷനായിട്ട് വയ്യ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നിങ്ങളിപ്പോ എത്തിയേ? ഇതേ ഇപ്പം എത്തിയുള്ളൂ. ജെറി എന്തേ? അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ. കിട്ടുന്നില്ലേ? The number you are trying to call is currently... ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്നേഹയുടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ എന്തായാലും അവനെ നോക്കിയിട്ട് വരാം. ഓക്കെ, സൂക്ഷിച്ച് പോണേ. ശരി. ഇവനെന്തിട്ട് ചെയ്യണ്ടേ? അവൻ അവിടെ കിടക്കട്ടെ.
ആദ്യം ഇവിടുത്തെ കാര്യം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. പോരാ ചേട്ടാ? എടാ ക്യാമറ കട്ട് ചെയ്തോ? ആ ഇവിടെ എല്ലാം ഓക്കേടാ. ആ ഓക്കെ. CCTV കട്ട് ചെയ്തില്ലേ? ആ അതൊക്കെ കട്ട് ചെയ്തു. ആ ഓക്കെ, ഞങ്ങളിപ്പോൾ വരാം. വാടാ. ചേട്ടാ അവിടെ ലോക്ക് ഉണ്ട്, ചെല്ലാൻ പറഞ്ഞു. എവിടെയാടാ റിയ? ജെറി എവിടെടാ? റിയ എവിടെയാടാ? എടാ എവി, അവനൊന്നും ചെയ്യലടാ. ടോണി നിർത്തടാ. നീ ഒരു ഒറ്റ നിനക്ക് വളം വെച്ചു കൊടുത്തേ. സാമേ നമുക്കധികം സമയമില്ല. നീ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്.
അവിടെ എന്താ വേണ്ട ചേച്ചി? ഇതെന്താ പറ്റിയേ? ഒന്നുമില്ല മുഖത്തൊക്കെ ചോര. ഒന്നുമില്ല. ഇതെന്താ പറ്റിയേ? അത് കുഴപ്പമൊന്നുമില്ല, അത് നടന്നു വന്നപ്പോൾ വീണതാ. ചേട്ടാ, ഞാൻ ചെയ്തത് തെറ്റാ. ഇതൊന്നും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. എനിക്ക് അവന് ഭയങ്കര കാര്യ. എനിക്ക് നിങ്ങളെയും വേണം. എന്തിനാ മോളെ നീ സോറി പറയണേ? ഞങ്ങളായിട്ടൊന്നും അറിഞ്ഞില്ല, നീയായിട്ടൊന്നും പറഞ്ഞില്ല. മോളുടെ ഇഷ്ടത്തിന് ഏട്ടൻ എന്തെങ്കിലും എതിര് നിൽക്കുമോ? മോളുടെ ഇഷ്ടത്തിന് ഏട്ടൻ എന്തെങ്കിലും എതിര് നിൽക്കുന്നു തോന്നുന്നുണ്ടോ? നിന്റെ ഇഷ്ടം ഞങ്ങൾക്കും, അത് അന്നായാലും ഇന്നായാലും. ഈ ഒരു രാത്രിക്ക് ശേഷം ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നായി. ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന മൈക്കിൾ ആരായിരുന്നു? ഞങ്ങളുടെ കഥ ഇവിടെ തീരുന്നില്ല. ഇനിയും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ.
നീ അന്ന് തല്ലിയത് എൻ്റെ കൂടെ പറപ്പിനാ. ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. കണക്കുകൾ ഓരോന്നോരോന്നായി തീർക്കാൻ ഞാൻ വരുന്നുണ്ട്. കാണാം.